സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരെ, ഏറെ ദുഃഖം നിറഞ്ഞ മനസ്സുമായിട്ടാണ് എല്ലാ മാസവും മാതാപിതാക്കളോടൊപ്പം ഈ ദേവാലയത്തിൽ എല്ലാ മൂന്നാം ശനിയാഴ്ചയും കടന്നു വരുന്ന വേലയെക്കുറിച്ച് പ്രാർത്ഥിച്ചു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മൽ ഇന്ന് നമ്മുടെ ഓർമ്മകളിൽ മാത്രമായിട്ട് നിൽക്കുകയാണ്. ഞാൻ വിശ്വാസത്തോടെ നമ്മുടെ വീട്ടിൽ പോകാനും പ്രാർത്ഥിക്കാനും ഇടയായി വാക്കുകൾ കൊണ്ട് ഒന്നും ആശ്വസിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നില്ല ഞങ്ങളപ്പോൾ. പ്രാർത്ഥനയെല്ലാം മറ്റൊന്നും മുൻപിലുണ്ടായിരുന്നില്ല. ഈ അവസരത്തിൽ നമ്മെ സ്നേഹിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മലിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് ദൈവം നമ്മുടെ ആഗ്രഹിക്കുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനാൾ മുതൽ തന്നെ ആ പേര് പോലെ തന്നെ അമ്മലതയായിട്ട് ദൈവം അമ്മലിനെ ഇടയാക്കി നല്ല മാതാപിതാക്കളെ ദൈവം നൽകി. ദൈവത്തോടുള്ള ഏറ്റവും അധികം ബന്ധപ്പെട്ട അപ്പനും അമ്മയും ആ മകനെ ക്ഷമിക്കുവാനായിട്ട് ദൈവം അമ്മനെ ശക്തിപ്പെടുത്തി. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഏറെ നാളുകൾക്ക് ശേഷം നാമത്തെ പ്രാർത്ഥനകൾക്കും ഒക്കെ ശേഷമാണ് ആ മാതാപിതാക്കൾക്ക് അമ്മലിനെ കിട്ടിയത്.
യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ദൈവം പറഞ്ഞു, ദൈവം എടുത്തു, ദൈവത്തിന്റെ ദൈവത്തിന്റെ പദ്ധതി എന്തായെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയില്ല. അമലന്റെ ജീവിതം ഒന്ന് മാത്രമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോക ജീവിതം തീർത്തും ശരീരം മാത്രമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നാം നമ്മുടെ യാത്ര ജീവിതം അവസാനിപ്പിച്ച് നമ്മളെ വിളിച്ചതിന്റെ അടുത്തേക്ക് പോകാൻ ഏത് നിമിഷവും ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ടതാണ് നമ്മുടെ വലിയ സത്യം. പണ്ടെന്ന് വായിച്ച സ്വാമികളുടെ ജീവിതത്തിലെ ഒരു കാര്യമാണ് അമലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരിക. ഒരിക്കൽ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിലെ ചാർജായിരുന്ന ഡോൺ ബോസ്കോ ഹോസ്പിറ്റലാണ് ഡൊമിനിക്സ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അമിനെ പോലെ ചെറുപ്പത്തിൽ തന്നെ മരണം മരിച്ചുപോയ ഡൊമിനിക് സ്വാമിയോട് ചോദിച്ചു, ഇപ്പോൾ ദൈവം നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യും? മറ്റെല്ലാ കുട്ടികളും പറഞ്ഞു, ഞാൻ പെട്ടെന്ന് പോയി സംസാരിക്കും. മറ്റുള്ള കുട്ടികൾ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയി മാതാപിതാക്കളോട് പറയും. എന്നാൽ ഡൊമിനിക് സ്വാമി പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. കാരണം അവരിപ്പോഴും ഒരുക്കത്തിലായിരുന്നു. ആ ഒരുക്കത്തിൽ തന്നെ ആയിരുന്നു അമലിന്റെ നാളിൽ ആ ജീവിതം കാണുമ്പോൾ മനസ്സിലാവുക. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈശോടത്തേക്ക് എടുക്കപ്പെട്ട പ്രാർത്ഥിക്കാൻ മറ്റൊന്നും ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാനില്ല. പ്രാർത്ഥന വഴി അമലിന്റെ ആത്മാവിന് നിത്യസാധ്യത വയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വഴി പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ധൈര്യം കിട്ടുവാൻ, കുടുംബാംഗങ്ങൾക്ക് ധൈര്യം കിട്ടുവാൻ നാം പ്രത്യേകമായി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട നമ്മളിൽ നിന്ന് മറന്നുപോയ അമലിനെയും അമലിന്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് എന്റെ മധ്യപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവണ്ടിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലിയർപ്പിക്കാം. പരിശുദ്ധൻ
മാനവമാനവൃന്ദങ്ങളിൽ ഉദ്ഘോഷിപ്പു സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ ിത്തം നിറവേറണമേ ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ നാളും ഉൾപ്പെടുവാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ രാജ്യം ശക്തി ദൈവമേ മരണം മൂലം വേർപെട്ടുപോയ ഞങ്ങളുടെ അപരിണാമത്തെ ജീവൻ പ്രദാനം ചെയ്യണമേ പ്രാപിച്ചവരുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് രക്ഷിച്ചു വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മ ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളുടെ ശക്തരാകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആഴത്തിൽ നിന്നും ഞാൻ ആദ്യമായി കേഴുന്നു ദൈവമേ എന്നെ നീ കേൾക്കണമേ പാപത്തിൻ മോചനം നിന്നെ ഞാൻ തേടുന്നു നീയാണ് മോക്ഷവും പ്രത്യാശയും പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ ആത്മാക്കൾക്കാശ്വാസം നൽകണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ള നാൽപ്പതെത്തുന്ന പ്രാർത്ഥിക്കുവാനും കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സർവ സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് കൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം ശ്രമിക്കുകയും ഓർപ്പെടുത്തുകയും ചെയ്യട്ടെ ഇതുകൊണ്ട് നാളെ സകലത്തിന്റെയും നാമം സൃഷ്ടാവുമാകും പിതാവ് പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നിരിക്കും സമാധാനത്തോടുകൂടെ എന്റെ കർത്താവേ ഈ സമയമായി ഞങ്ങളുടെ ശരീരങ്ങളിൽ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നതിനുമാകുന്നു ഞങ്ങളെപ്പോഴും നിലവിലെയും ആഴത്തെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാണ്
സകലത്തിന്റെയും കാലത്തിന്റെയും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഞങ്ങളുടെ ദൈവികമായ കൽപ്പനകളുടെ പദവിസരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങൾ ആശ്രയിക്കണമേ. അതുവഴി ആത്മ ശരീരങ്ങൾക്ക് പകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ പരകണിക്കുന്നതിനും ഞങ്ങളെ ശ്രദ്ധിക്കുന്നതിനും അവയുടെ കാലത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ അധ്യായം 2 1 മുതൽ 10 വരെയുള്ള വാക്യം. രക്ഷ ദൈവികതാണ്. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരിക്കുന്നു. അന്ന് ഈ ലോകത്തിന്റെ ഗതിയെ തുടർന്ന് അനുസരിക്കുന്നതിനെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരുവിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടത്തിയിരുന്നത്. അനുസരണക്കേടിന്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിന്റെ മക്കളായിരുന്നു. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നതും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തുകയും ചെയ്തു. അവിടുന്ന് യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തന്റെ അഭിമേയമായ കൃപാസമ്പത്തിയെ വ്യക്തമാക്കാനാണ് പ്രകാരം ചെയ്തത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിന്റെ കരുതലിലാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിനെ സൃഷ്ടിക്കപ്പെട്ടതാണ്. നമുക്ക് സുവിശേഷം തരികയാണ്. സുവിശേഷം ദിവസമായി
പ്രധാനിയ അടുത്ത ഏകദേശം 15 സമീപത്തായിരുന്നു. അനേകം ഇപ്പോൾ കത്തായി അറിയുകയും അവരുടെ സഹോദരങ്ങളെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഭർത്താവ് ചെന്ന് അവരെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെയിരുന്നു. ഭർത്താവ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ജനത്തിനെ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാൻ പറയുന്നതാകും ശരിയും എന്നെ വിശ്വസിക്കുന്ന മകൻ മരിച്ചാലും ശരിക്കും. അങ്ങനെ ക്ഷമിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ വിശ്വസിക്കുന്നു. അവൾ പറഞ്ഞു, ഒരു കർത്താവിനെ ഈ ലോകത്തിലേക്ക് പറയാനിരുന്ന ദൈവത്തിന് ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരന്മാരെ, ഇഷ്ടമായി നമുക്കറിയാം. അവൻ എന്ന വാക്കിന്റെ അർത്ഥം holy എന്നാണ്. The real meaning of the name Amen is pure and holy. ജീവിതം മുതൽ ഇനിയൊന്നും പ്രവൃത്തി കൊണ്ടും ബന്ധങ്ങൾ കൊണ്ടും വിശുദ്ധി സൃഷ്ടിച്ചവനാണ് അമൽ. കൂടുതൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അവരെ അറിയാം. അവന്മാരുടെ ദൃശ്യം എല്ലാ മാസവും ശനിയാഴ്ചകളിൽ ഒരുപോലുള്ള ദൃശ്യമാണ്. കുർബാനയ്ക്ക് ആസ്തോഷിക്ക് എത്തിക്കുന്ന മാതാപിതാക്കളോടും ഒരു നാളുകൾ തന്നെ വന്ന മകൻ അവയെ അങ്ങേറ്റം അർത്ഥവത്തായി ഏറ്റവും വിശുദ്ധമായതിനെ ഏറ്റവും വിശുദ്ധത്തിലേക്ക് ദൈവം നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. I'm seeing his friends also here. By seeing your friend and your presence, I can understand how much you loved Amen and how much Amen loved. It is for the beauty we express our love through our prayers, through sacrifices. We cannot express our love until he was, when he was with us, we expressed our love to different ways. But now onwards, we can express our love only through our prayer and only by living good life. മറ്റൊരു രീതിയിലും നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റില്ല. മറ്റൊരു രീതിയിലും നമുക്ക് അവരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റില്ല. പ്രാർത്ഥന വഴിയല്ലാതെ അവരെങ്ങനെ ജീവിച്ചു ആ നിർമ്മലതയിൽ ജീവിച്ചുകൊണ്ടായിരിക്കണം നമുക്ക് അവരെ സ്നേഹിക്കേണ്ടത്. ഈ ലോകശീലം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ജനിക്കുന്നു മരിക്കുന്നു എന്നൊന്നും നമ്മുടെ പദ്ധതിയിൽപ്പെടുന്ന കാര്യങ്ങൾ ജനതയുടെയും നമുക്ക് തീരുമാനിക്കും. But we cannot predict our death. We cannot predict when, where. അത് ദൈവത്തിന്റെ കയ്യിൽ മാത്രമാണ്. ഓരോ വ്യക്തിയുടെയും കാരണം ഓരോ പുതിയ മാർഗങ്ങൾ പഠിപ്പിക്കുക ഒന്നും കൂടി ഉറപ്പിച്ചുകൊണ്ടിട്ടുണ്ടാകണം. ഈ ലോക ജീവിതം എനിക്കമാണ്. This is where expedition
So don't trust too much on this situation. Trust only on God who called us. നമ്മളെ ക്രിസ്തുവിലേക്ക് ഉള്ള ഒരു വിളിക്കുന്നതിനോട് ഇന്നത്തെ ലോകത്തിൽ നയിക്കുന്ന സുഖത്തിന്റെയും ആളുകളിന്റെയും പരിണാമത്തിന്റെയും പലരുമായിരിക്കും. അങ്ങനെയുള്ള ഈ ലോകത്ത് നമ്മളിലേക്ക് പോലെയുള്ള ശബ്ദത്തെ പഠിപ്പിക്കുന്നത് our life is too short. Our life is too short. വളരെ ചുരുക്കമാണ്. വളരെ ചുരുക്കിയതാണ്. ഈ ചുരുക്കിയ കാലത്ത് എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളിലെ പോലെയുള്ളവരുടെ ശബ്ദങ്ങളെ പഠിപ്പിക്കുകയാണ്. Live without sin and trust in God and believe in God. വളരെ അപ്രത്യമായിട്ടും യുദ്ധത്തിലും തോന്നുന്നു പ്രാർത്ഥിക്കാം. അവരുടെ ആത്മാവിനും അവന് വേണ്ടി അവരോട് പ്രാർത്ഥിക്കാം. ഈ ലോകത്ത് നമ്മളെ ചിന്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവരുടെ മത്സരത്തോട് ചേർന്ന് അവരുടെ പ്രാർത്ഥനയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇനിയുള്ള കാലം ക്ഷമിക്കുവാൻ നമ്മളെ ക്ഷമിക്കുവാൻ ദൈവം മൊത്തം ശരിയുമായി 1 year, 2 years, or 10 years, or 30 years, 40 years, we don't know how long we will be here on this earth. But we should live of God. We should keep our life holy. It's only one person among us Jesus for his life. So let us pray for him, pray for the soul of our man. At the same time, let's pray for his family, especially mother and mother. Today, it's totally broken, totally broken. A lot of things about women, but we could not give it an answer. Only we give one answer, we can pray. So, in this celebration, let's pray together for the departed soul of the living God. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവിന്റെ പ്രിയരാജിക്കുന്ന അപേക്ഷിക്കാം. മാമോദിസ വഴി സ്വർഗ്ഗരാജ്ഞാഭിഷേകത്തിൽ മരണം വഴി ഞങ്ങളിൽ നിന്ന് പിരിയുന്ന സഹോദരനെ നിത്യപാലിപ്പിച്ചെന്ന് ശ്രുതികളുടെ സത്യ സംഘടന സഹോദരങ്ങളെ വിദ്യാഭ്യാസമെന്ന് വിഷയാന്റെ പീഡാക്കളമായി വെച്ച് മനുഷ്യരുടെ കടങ്ങൾ മോഷിക്കാൻ കഴിവുള്ളവരെന്ന് ഉത്തമനം പ്രതീക്ഷിച്ച് മരണപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ശരീരത്തിന്റെ മൊത്തത്തിൽ പങ്കുവെക്കണമെന്ന് വിഷയയുടെ ശരീരത്തിൽ പരിപോഷിക്കപ്പെട്ടവരും മരണത്തിൽ പ്രാചീനമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യലോകത്തെ ഞങ്ങൾ അവസാനത്തെ ദിവസത്തിൽ വ്യക്തികൾക്ക് വരുന്ന ലോകാരംഭം മുതൽ നിർമ്മാണത്തെ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗ്ഗകാര്യത്തിൽ ഞങ്ങൾ വ്യക്തിയുടെ സമർപ്പിക്കാം. മനുഷ്യരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവർ നിത്യമാകുകയും ചെയ്യാതെ പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ദൈവം
നന്ദുകാർത്തികം സമാധാനത്തോടുകൂടെ പുരോഹിതന്മാർ ശുശ്രൂഷയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാൽ പ്രാർത്ഥിക്കുകയും വിശാല സ്നേഹത്തിലും വിശ്വാസവുമായ എല്ലാ ഭക്തകർത്താക്കളെയും സത്യവിശ്വാസം ധരിച്ച് ഈ ലോകത്തിൽ ബന്ധപ്പെട്ടുപോയ എല്ലാവരെയും സ്മരിക്കുകയും വിശേഷകൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിന്റെ ജീവൻ കാരണമാകട്ടെ. സഹോദരി വേണ്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസത്തോടുകൂടെ പരിശ്രമം ചെയ്യുവാൻ ഞങ്ങളെല്ലാവരും ശക്തരാത്രിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശ്രീമാലാദിനെ സമർപ്പിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം ഇന്ന് ഇവിടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വെക്കുകയും ഭയഭക്തിജനമായ രഹസ്യങ്ങൾ പ്രകാശ ചെയ്യപ്പെടുന്നു. പുതുവൈദ്യത്തിന്റെ ബാധ്യതകളിൽ സമാധാനം സമർപ്പണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വികാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ ദൈവപിതാവിൻ സ്നേഹം സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. സമാധാനത്തോടുകൂടെ പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാണ് ത്തിന്റെ ആരാധമായ നാമം എല്ലാ ആത്മീയ സ്തുതിയും എല്ലാ നാവുകളിൽ നിന്നും ദൃഢത്വതയും എല്ലാ സൃഷ്ടികളിൽ നിന്നും വീഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കഴിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവരുടെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായങ്ങളും മാലാഖമാരുന്നതിനായങ്ങളും മഹോന്നതനായ ആരാധിക്കുന്നു. ഭക്തിമയ പാരമ്പര്യമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധമായ സാധ്യമാണെന്ന് ചേർന്ന് നാഥനാകിയെ അവർ ആരാധന സമർപ്പിക്കുന്നു. ശ്രമിച്ചുകൊണ്ട് അവർ ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു.
അങ്ങയുടെ പ്രിയമന്ത്രിനോട് കൽപ്പിച്ചതുപോലെ അവിടെയുമായി നാമത്തിൽ നമ്മളുടെ രക്ഷയുടെ സ്മാരകമായ തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ആചരിക്കുന്നു. ആചരിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ സ്വർഗത്തിലേക്ക് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരിച്ചത് ഇത് പാപമോചനത്തിനായി രക്ഷിക്കപ്പെടുന്നു. എന്റെ ശരീരമാകുന്ന നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ. അപ്രകാരം തന്റെ കാശകങ്ങൾക്ക് സ്തോത്രം ചെയ്ത് കാട്ടി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു ഇത് പാപമോചനത്തിനായി നേരത്തുവേ ഇഷ്ടപ്പെടുന്നു. നിങ്ങളെല്ലാവരും വിശുദ്ധ വാങ്ങി പാനം ചെയ്യുന്നു. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൊടുപ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തവരാണ് അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇത് ദൈവിക ജീവിതം നിങ്ങൾ പങ്കുവരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങൾ സംബന്ധിക്കുകയും നഗരായി ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളുടെ രാജ്യത്തിലാക്കി ഭംഗിയമായ പ്രകൃതിയെ ഇത് സമർത്ഥമായി തീർത്താൽ മഹത്വമണിയുകയും ചെയ്തു. ഞങ്ങൾക്ക് നൽകിയതായി അനുഗ്രഹങ്ങളുമായി സമർപ്പിക്കുന്നു. എപ്പോഴും സമാധാനം നമ്മൾ കൂടെ. സാമുദ്രിക സഭയുടെ തലവനും പിതാവുമായ വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. സാക്ഷികളുടെയും മറ്റങ്ങളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ പഠിച്ച എല്ലാ നീതിമാന്മാർക്കും വിശുദ്ധരുമായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. രോഗികളും ആത്മീയമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ പോയ ഞങ്ങളുടെ അമലിന് വേണ്ടിയും എല്ലാ മനുഷ്യർക്കും വേണ്ടിയും അങ്ങയുടെ കാര്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യരായവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ശുദ്ധമായി അത് മാത്രമാണ്
എല്ലാ മനുഷ്യരും അറിയട്ടെ. നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച നാമത്തിൽ ഒരുമിച്ചുകൂടി പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും കാലത്തിന്റെയും പരിശുദ്ധമായ സന്തോഷങ്ങൾ സ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുന്ന സമാധാനം നമ്മോട് കൂടെ. അങ്ങയുടെ ദാസന്റെ കൃപാലികൾ അവിടെ താമസിച്ചതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ പാപങ്ങളും മോചനം തിരുമനുഷ്യരുടെ പ്രഖ്യാപിക്കുകയും അംഗീകൃതി സ്വർഗരാജ്യത്തിൽ കാരണമാകട്ടെ. സന്തോഷത്തോടെ പ്രത്യാശയോടെ സമർപ്പിക്കുകയും ചെയ്യുന്നു. സ്തോത്രം കീർത്തനം ഇപ്പോഴും എന്നേക്കും. ഞങ്ങൾ അയോഗ്യരാകുന്നത് തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും ജീവനായി അങ്ങയുടെ കാര്യം ഞങ്ങളെ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ സുരക്ഷിതമായി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവം ജീവനായകമായി സ്വർഗത്തിൽ നിറങ്ങിയിരുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഇപ്പോഴും നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ ദേശങ്ങളെ നാം പ്രത്യേകം സമീപിക്കുക. അനുതാപങ്ങളോടുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തലത്തുകൊണ്ടും സഹോദരത്തെ ക്ഷണിച്ചുകൊണ്ടും നമ്മുടെ സത്യനാഥനായ ദൈവത്തോട് കൃപയും പാപമോചനത്തെ ആശ്രയം ചെയ്യാം. വിലകളും കലകളും വഴി നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയും നിന്ന് നമ്മുടെ ആത്മാക്കളെ നിയുക്തമാക്കണം.
വിശ്വപ്രകാരം സ്വീകരിക്കുകയും പരിഷ്കാരങ്ങളാൽ പ്രവർത്തിക്കപ്പെടുകയും ചെയ്യാം. കോഴിക്കോട് മൈക്കത്തോടും ദിവ്യത്തിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവരുടെ ശരീരവും ആത്മാക്കളെ രക്ഷയും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ നാളുകളുടെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ സ്വന്തമാക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സംരക്ഷണമായി ലഭിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശാന്തികളെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിശിഷ്ടമായി പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അങ്ങനെ ലഭിച്ച വിശ്വാസത്തോടെ ആത്മീയമായി ഞങ്ങളുടെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ആവേശകനായ സർവേശ്വരനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ശൈലികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാക്ഷസത്തെയും പ്രാണിനും അധികാരം നമ്മുടേതാകുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളോടുകൂടെ ജനത്തിനുള്ളതാകുന്നു. അവിടുത്തെ കാര്യത്താലും സമ്പൂർണ്ണമാകട്ടെ. അവിടുത്തെ സമയമാണ്. വിശ്വാസം സ്വീകരിച്ച് അതുകൊണ്ടാണ് വഴി ഒരുങ്ങി മാത്രമാണ് ഈ അവസരത്തിൽ സ്വീകരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. സ്ഥാനങ്ങളിൽ നിന്ന് പ്രാർത്ഥനാപൂർവ്വം അനുകരിക്കുക, പ്രാർത്ഥിക്കുക, സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസം സ്വീകരിച്ച് സഹിച്ച് മാത്രമായിരിക്കും.
മധുരസ്വരം പരിസ്ഥാനങ്ങളുടെ വിഭാഗത്താൽ ചിന്തകളും ദശകളും ജീവിതമായ സംസാരിച്ച് ഇവരുടെ ദാതാവായ ദൈവത്തിന്റെ സ്തുതിയെ സമർപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോട് കൂടെ ഇരിക്കും. സ്നേഹമുള്ളവരിലേക്ക് കൂടി തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താണ് എല്ലാവരെയും നന്ദിയോടെ നോക്കുന്നു. ചോദിക്കുന്നതിന്റെ ഒരു സ്നേഹപ്രകടനമാണ് ആ കുടുംബത്തോട് നമുക്ക് കാണിച്ചു കിട്ടുന്ന നാട്ടിൽ നമുക്ക് പോകാനോ പങ്കുചേരാനോ നമുക്ക് സാധിക്കില്ല. ഇവിടെ നമുക്ക് ചേർന്നിരിക്കുന്നത് അവരോടുള്ള ആ സ്നേഹപ്രകടനമാണ്. നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ തിരക്കുകളുമായിട്ടും ഈ സമയത്തിന് വേണ്ടി മാറ്റി വെച്ചാണ് നിങ്ങളെല്ലാവരെയും സ്വന്തമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ച് കൃത്യമായിട്ടും കുടുംബത്തിന്റെ കൃത്യമായിട്ടും ഈ
Holy Family Christian community പേരിലും ഒരു നല്ല വൈദ്യരുടെ വിശ്വാസം അറിയിക്കുന്നു. അതേപോലെ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നാട്ടില് സ്ഥലത്ത് കൃത്യമായിട്ടും നാട്ടിൽ അവരുടെയും വിശ്വാസവും പ്രാർത്ഥനയും അറിയിക്കുക. Those who are here so we want to express our sincere condolences to our friends and other family members on behalf of all those who are here, especially on behalf of our Holy Family Christian community and also on behalf of all the sister fathers here. We express our sincere condolences to each and every one of you. So let us pray, continue to pray for Mangal's soul and his family. Now I request Father Tom to say something, share some thoughts with us. Sisters and brothers in Jesus Christ, all the friends of the family of these groups. It's quite difficult to express our not our soul in pain. Any word which will be spoken will be out us. You can only pray, as Father said. You can just hand over our pains and sorrow the hands of God. Let us be united, being together to express our togetherness with the family, the all the relatives and friends. Let us pray especially for the parents. I do have experience yesterday evening. They are at the end of their energy. So being together with our heart and soul, that's what we have done now, coming together, celebrating the Eucharist, as we know the word Eucharist is the celebration of thanks. We thank for the young person in the name of the parents, in the name of the friends, in the name of all the relatives. When we disperse now, let us be aware of our responsibility to think of and pray for celestial experience. Thank you so much. This is the time to express our condolence to the Catholic Constitution Association, the leaders of Southampton, come forward to discuss the regrets. Yeah, so we actually on behalf of our friends, he was very excited for football. Honestly, it is about many people past, but our mother is genuinely one of those people who spread joy to everybody who ever interacts. And even some of the people who couldn't be here will say it as well. He is somebody who spread laughter, joy, happiness. And he really very fun. And as one of his friends, it's really hard for me at the time. I was so upset, angry, frustrated. He always just had a smile on his face, and that smile was very contagious. He was really good, he was a really good person. And we're all really sorrowful because of his loss, but at the end of the day, we're all glad that we got the privilege to know him. And we'll all be doing the things
say that we live forever. Uh, influence and slogan of that. I think now this was that will forever be printed in our hearts. So yeah, all I have to do is to be grateful for the life of our day. Good evening, everyone. Yes, and thank you for attending. It was nothing to us. Uh, it was one of the best things that happened to us as much as we understood in one of us. And I think it was one of the best in terms of the something that was we got along with everyone going on with the kids, all our kids. They were the confident, they were always eager to meet up to spend some time with them. I know my nephews, my brother's kids as well. I think they were just a year younger than me. Because of the uncle nephew relationship, it was more like brothers. And I don't miss those times where I'm gonna miss sometimes the is he has sufficient for everything. When you just speak to him, you don't know it's so full of life. His ideas, his plans, his vision. For such a young person, it was pretty amazing. We truly don't understand. We is that a big hole, a big gap. Uh, Definitely can go amongst us others. And uh, that's not just we're going to be there. We're going to say, hey, I don't know. It's really it's unbelievable. All today we want to celebrate. We really are going to see and it's whatever you want. Always know that we are going to take care of that. And then I'll be. Thank you. I really don't know what to say or where to start. ഒരു സുഖമായിട്ട് മലയാളം അവരുടെ ഒരു ചെറിയ പ്രായത്തിൽ ഞാൻ കാണുന്നത് അവന്റെ ഓരോ ചിരിയും ഓരോ സംസാരവും അത് കഴിഞ്ഞ 3 ദിവസം എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ എങ്ങനെ മറക്കുന്നു അത് സാധ്യമല്ല നമ്മളെന്നും ഞാൻ ജീവിക്കുന്നിടത്തോളം എന്റെ കൂടെ ജീവിക്കും എന്റെ ഓർമ്മകളിൽ ജീവിക്കും അവനോട് ദൈവം നിന്നെ വിളിച്ചു അവനെ മറ്റേ വിളിച്ചിട്ടുള്ളായിരുന്നു അവനൊരു സന്തോഷ സ്ഥലത്താണ് പോയത് നമ്മളെന്നും അവന് വേണ്ടി പ്രാർത്ഥിക്കും അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഇവിടെ വന്ന് ഏവർക്കും കേരള അസോസിയേഷന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു
കർത്താവിന്റെ ഒരു വലിയ ശൂന്യത സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് ദോഷമായിട്ടൊന്നും ചിന്തിക്കാൻ പറയാൻ കഴിയില്ല. സാധാരണ ആളുകൾ മരിച്ചുപോയി കഴിയുമ്പോൾ അവരെ കുറിച്ച് നല്ലത് മാത്രം പറയുന്നത് സംസ്കാരം. അമലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ ക്രിയേറ്റഡ് ആയിട്ടൊന്നും പറയേണ്ട ആവശ്യം. അവനിൽ നന്മകൾ മാത്രമേ ഉള്ളൂ. 2006 അവൻ ഈ ലോക ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഡോക്ടർന്ന വീട് ഈ കൈകളിലേക്കാണ് അവൻ ആദ്യം ഹോസ്പിറ്റൽ. ഞാനാണ് ആദ്യം എടുത്തത്. ഇന്ന് ആ സമയത്തുള്ള അവന്റെ ഈ വേർപാട് അവനെ നാട്ടിലേക്ക് കൊണ്ടുപോകുക ദൈവം എന്നെ തന്നെ നിയോഗിച്ചു. വലിയൊരു സങ്കടമാണ്. എന്ത് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ അവന്റെ അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡാണ്. സാധാരണഗതിയിൽ അവൻ എന്നെ വിളിക്കേണ്ടത് അങ്കിൾ. അവൻ എന്നെ ഇന്നുവരെ അങ്കിൾ എന്ന് വിളിച്ചിട്ട് അവൻ എന്നെ വിളിക്കുന്നത് പോളൂന്ന് മാത്രമേ അവൻ എന്നെ വിളിച്ചിട്ടുള്ളൂ. എന്റെ പേര് പോളെന്ന്. അവൻ എന്നെ വിളിക്കുന്നത് പോളൂന്ന. പക്ഷെ അവന്റെ വിളി പോളൂ എന്നുള്ള ആ വിളിയിൽ ഒരു അങ്കിളിനേക്കാൾ വലിയ സ്നേഹവും ബഹുമാനവും ഉണ്ടായി. ഞാനത് അതുപോലെ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ അവനെ ദിവസം എന്നാ വിളിക്കുന്നത്. എന്തു പറഞ്ഞാലും സ്നേഹത്തോട്. ഒരു കോഴ്സിന് ചേരുമ്പോ പുതിയ ക്ലാസ്സിലേക്ക് പോകുമ്പോ പറയും, പോളൂ ഞാൻ നാളെ വരും, എക്സാം കാൻഡിഡേറ്റ് ആണ്, ഇയറിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അന്നേ ദിവസം നല്ലപോലെ പഠിക്കണം. അവനൊറ്റ വാചകം ഞാൻ എപ്പോഴും പറയുന്നത്, ധിക്കരിച്ചൊരു വാചകം, ഒരു വാക്ക് അവൻ ഇന്ന് വരെ യെസ് പോളൂ, ഐ വിൽ ഡു, എല്ലാം ഐ വിൽ ഡു. ഇനി അതൊന്നും കേൾക്കാം. അവൻ ഈ ലോകത്തിലില്ലെന്ന് പറയാൻ ഈ ലോകത്തിലില്ല. എനിക്ക് ഇത് കൂടുതൽ പറയാൻ നല്ലൊരു പൈതലുണ്ട്. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെയും മടിയിൽ ചേർന്നിരിക്കുവാൻ ദൈവം അവനെ ഉയരങ്ങളിലേക്ക് എടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവന്റെ യോഗത്തിൽ ഇവിടെ വന്ന് കുടുംബത്തോട് സ്നേഹം കാണിക്കുകയും സാധാരണ പ്രവർത്തിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. എല്ലാവരോടും ആ കുടുംബത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞങ്ങൾ നന്ദി സ്നേഹവും അറിയിക്കും. എല്ലാവർക്കും അവരുടെ പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ ഇവിടെ അതുപോലെ തന്നെ അവർക്ക് എല്ലാവരുടെ പേരിലും കുടുംബത്തിന്റെ പേരിലും ജീവിതത്തിന്റെ
നാമത്തെ അറിയുന്നു. എല്ലാവർക്കും വളരെ വളരെ bypass cities photo. I remember another picture, the photo of another boy who died some years back. He is known as the sage of the political communities. When we compare his picture and this picture, you can see some similarities. The face, the smile, the appearance, all of that is life. We can also call him as a model sage. He played with us, he lived with us. Now he is with his Father, Heavenly Father, to pray for us. So let us ask the intercession of our dear Uncle, and he will pray for us. And he will help us to face this crisis, struggles, and these painful moments. So let us, as we are going to conclude this soul celebration, let us pray through our beloved Uncle. Let us all stand up. Let's believe that say the comfort of this Lord and our friends. This please pray together. Let us also close our eyes, join our hands together to honor our beloved Amen. And let us pray for him. Pray for his beloved Father, Mother, Amen, who is here with us, and all the family members. So to the beloved Mother, of the meeting, of beloved Mother, please pray for us. Pray for the soul of you, and his father and mother, and all the needs. It's just for the family, India, and all the Muslims, yes, put together. Amen. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകനും ദൈവമായ ഈ രഹസ്യങ്ങളിൽ പങ്കുചേരുവാനും മറ്റ് രാജ്യങ്ങളിലെ കാര്യങ്ങളും അങ്ങ് യോഗ്യരാക്കി. ഞങ്ങളോട് കാണിച്ച ഈ വലിയ കൃപയെ പ്രതി അങ്ങയുടെ മകനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, അമർത്തതയുടെ ഔഷധമായി വാരം വഴി ഞങ്ങളുടെ കണ്ണും പാപവും ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായി ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സന്നിധി കനിവോട് കൈക്കൊള്ളുമേ.
കൃപയാണതുപോലെ കൃപയൊരു വ്യാസീകന്മാരുടെ വിധവയുടെ താടിക്കയതും കൈക്കൊണ്ട നാഥനീയണം ഈ ബലി കർത്താവേ നിന്ദാസനായി തിരുസന്നിധിയിലണച്ചിടും പാകണമേ മൃതരുടെ പാപം മായ്ക്കണമേ കരുണാനിധിയാം കർത്താവേ ചേർക്കണമേ നിന്ദാസനെയും പരിശുദ്ധന്മാരും പരമോന്നതമാം രാജ്യത്തിൽ സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവാൻ കരുണയോടിവൻ കനിയണമേ സന്നിധി അർപ്പിച്ചവരാകിലും കരുണയോടെ ഗണമഖിലേശ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ശരീരത്തെ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ സമൃദ്ധമായി മുന്നേറ്റെ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ജീവിതത്തിൽ ആശ്വാസവും മക്കളുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ മനുഷ്യരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തെ സ്തുതി പ്രാർത്ഥിക്കുന്ന സമാധാനം സംഘടനയെ ആശ്രയിക്കുകയും ചെയ്യുന്നു. എന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ എന്റെ ദാസത്തെ ആശ്വസിപ്പിക്കുകയാണ്. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വര കർത്താവേ നിന്നെ ഞാൻ കീർത്തിക്കും. മഹിമയുടെ അന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരൊത്തു ഫലം ഭാഗേ ആകാശഭൂമി ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവരഭയം നീ നൽകണമേ മൃതനായുസ്സും.
ഒരു സന്തോഷപ്രകാരം കർത്താവേ നീ ശോഭിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ സദൈ നിത്യവിരുന്നിൽ ചേർക്കണമേ. തങ്ങളുടെ ശുദ്ധാത്മാവിനെ സ്തുതി പാപപുത്രൻ രൂപായി മൃതനാമിന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാമത്തിൽ ചേർക്കേണം. കർത്താവിന്റെ കരുണയും യാതൊക്കെയും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുമാറാകട്ടെ. അഭിനയമായ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ശിവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുന്ദരനാകുന്നു. ഞങ്ങളുടെ ശിവന്റെ കാവലും ആത്മാവിന്റെ പ്രത്യാശയാകുന്നു. ശിവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കൈക്കൊള്ളണമേ ഹൃദയം വിശ്വാസത്തോടെ ദാസൻ ചെയ്യും ഭരിയനാഥ തിരുസന്നിധി. വിശ്വാസത്തോടെ ദാസൻ ചെയ്യും പൂർവന്മാരാം യോഗപരാഗം ഇസഹാക്കോ മഹിദാസേവൻ പരിപാവനമാം ധരികൾ പോലെ വിശ്വാസത്തോടെ ദാസൻ ചെയ്യും ഗുരുവത്സരാം ശ്രീഗുരുപോൽ വിനയാനിധി ചെയ്തൊരു നവമാം ധരിപോൽ വിശ്വാസത്തോടെ ദാസൻ ചെയ്യും തിരുസന്നിധിയിൽ ഭഗവതിനെ വിളിക്കുന്നു നാമത്തിൽ സ്തുതി. സജീവോജീവദായകമായ ശബ്ദത്താൽ ആശ്രയിക്കർത്താവേ, ആ ശബ്ദമഹിതമായ ദിവസത്തെ
ഞങ്ങളുടെ ഈ സഹോദരൻ അവനെ നീ സ്വീകരിക്കണം. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും എന്റെ ഹൃദയം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.